ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്കറിയാം, അർജുൻ അഞ്ജലി വിവാഹം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളുകൾ കൂടി ഇതൊന്നും ആരും അറിയാതെ കൊണ്ടുപോകേണ്ടതുണ്ട്. നമുക്ക് ഏറ്റവും വലിയൊരു ടെൻഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുൻ ഇനി എങ്ങനെ ശംഖചക്രത്തിലേക്ക് തിരികെ എത്തും, അതുപോലെ തന്നെ അഥവാ തിരികെ എത്താൻ പറ്റിയില്ല, അവിടെ കയറ്റിയില്ല എങ്കിൽ അർജുൻ എവിടെ ജീവിക്കും, എങ്ങനെ ജീവിക്കും, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ, ചില സംശയങ്ങളും വിഷമങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇന്ന് ശംഖചക്രത്തിലേക്ക് നമ്മുടെ അർജുൻ ധൈര്യത്തോടു കൂടി തിരിച്ചെത്തുകയും, പക്ഷേ രാഘവനുണ്ണി വളരെ മോശമായ രീതിയിലാണ് നമ്മുടെ അർജുനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ബെൽറ്റ് വെച്ച് അടിച്ച് ഒരു പരുവാക്കി കളയും നമ്മുടെ അർജുനെ. ഈ ഒരു സമയത്ത് വന്ന് ഇടപെടുന്നത് നമ്മുടെ ഗോവിന്ദനുണ്ണിയാണ് ആദ്യം ഇടപെടുന്നത്. വേറെ ആരും ഒരു വാക്ക് പോലും മിണ്ടിയില്ല. അനുപമ ആദ്യം പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. എന്താണെങ്കിലും ദേഷ്യവും അരിശവും എല്ലാം തീരുന്നോടം വരെ ഈ രാഘവനുണ്ണി നമ്മുടെ അർജുനെ പൊതിരെ തല്ലി എന്നുള്ളതാണ്. അങ്ങനെ അതിനുശേഷം മുത്തശ്ശി വന്ന് ഇടപെട്ട്, എൻ്റെ ചെറുമകനാണിവൻ, ഇവൻ ഇവിടെ തന്നെ താമസിക്കും, എങ്ങോട്ടും വിടാനൊന്നും പറ്റത്തില്ല, ആരാ എന്നെ തടയുന്നത് എന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇടപെട്ടുകൊണ്ട് നമ്മുടെ അർജുൻ വീട്ടിലേക്ക് വീണ്ടും കയറാനായിട്ട് പറ്റി. പക്ഷേ നമ്മുടെ മുമ്പിൽ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ട്, ഇതോടുകൂടി എല്ലാം അവസാനിച്ചോ എന്ന്. പക്ഷേ അതിനുത്തരം ഒരിക്കലും അവസാനിച്ചിട്ടില്ല. അത് നമുക്ക് വളരെ വ്യക്തമാകുന്നുണ്ട് ഇന്ന് വന്ന പ്രൊമോയിൽ നിന്ന്. കാരണം ഇന്ന് പ്രൊമോയിൽ ഗോവിന്ദനുണ്ണി നമ്മുടെ അർജുനോട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ ചതിയുടെ ഒരു ആൾ രൂപമാണ് എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി. എന്താണെങ്കിലും ഒരു കാര്യം നമുക്കറിയാം, ഇന്ന് അർജുന് ശംഖചക്രത്തിൽ തിരിച്ചു കയറാൻ പറ്റി എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ അപ്പോഴും രാഘവനുണ്ണിയുടെ മനസ്സിൽ അർജുനെ ആ വീട്ടിൽ കയറ്റരുത് എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ രാഘവനുണ്ണിയുടെ വൈഫിനും അങ്ങനെ തന്നെയായിരുന്നു. അതായത് അർജുൻ കാവ്യ വിവാഹം നടന്നില്ല, തൻ്റെ ആഗ്രഹം പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. മകനാണ് എന്നുള്ള കാര്യമൊന്നും അവിടെ ഒരു പ്രസക്തിയുള്ള കാര്യമില്ല. തൻ്റെ വാശി ജയിക്കണം, ഇത് മാത്രമാണ് രാഘവനുണ്ണിയുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് അയാൾ ആഗ്രഹിക്കുന്നത് അർജുൻ കാവ്യയെ വിവാഹം കഴിച്ചേ പറ്റൂ. അതാണ് എൻ്റെ തീരുമാനം. ഈ ശംഖചക്രത്തിലെ രാഘവനുണ്ണിയുടെ തീരുമാനം അതാണ്. അത് തന്നെ നടന്നേ പറ്റൂ, ഇല്ലെങ്കിൽ അർജുൻ ഇവിടെ ജീവിക്കേണ്ട. അങ്ങനെയാണ് ആക്ച്വലി ഈ രാഘവനുണ്ണിയുടെ മനസ്സിൽ ഇന്നും ഉണ്ടായിരുന്നത്. പക്ഷേ അനുപമ പറഞ്ഞൊരു വാക്ക് ആ ഒരു സമയത്ത് രാഘവനുണ്ണിയുടെ മനസ്സിലേക്ക് ഓടി വരും. അതായത് അനുപമ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അർജുനെ ഇപ്പോൾ ഇവിടുന്ന് ഒരിക്കലും വീട്ടിൽ നിന്നും ഇറക്കി വിടരുത്. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അർജുൻ ചെന്ന് സ്നേഹിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അർജുൻ കാവ്യ വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇപ്പോൾ തൽക്കാലം ചെയ്തേ പറ്റുള്ളൂ എന്ന് അനുപമ രാഘവനുണ്ണിയോട് പറയും. പക്ഷേ അനുപമ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അനുപമയുടെ പിടിച്ചു നിൽപ്പിന് വേണ്ടിയിട്ടാണ്. അനുപമയ്ക്കറിയാം, അഞ്ജലി മരുമകളായിട്ട് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അനുപമയുടെ സ്ഥാനം വീടിന് പുറത്തായിരിക്കും. ശംഖചക്രത്തിൽ പിന്നീടൊരു ജീവിതം അനുപമയ്ക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ചതിയുടെ ആൾരൂപമായ അനുപമയുടെ ഒരു കുരുക്ക് കൂടിയാണിത്. സ്വന്തം കൂടപ്പിറപ്പായ അഞ്ജലിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഈ അനുപമ ചിന്തിക്കാനായിട്ട് പോകുന്നില്ല കേട്ടോ. എന്താണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര കാര്യങ്ങൾ എളുപ്പമല്ല. അർജുൻ ഇപ്പോൾ താൽക്കാലികമായി ശംഖചക്രത്തിൽ ഉണ്ടെന്നേ ഉള്ളൂ. ഇതിനിടയിൽ ഇനി ഒരുപാട് ചതിക്കുഴികൾ അർജുനെ തേടി എത്താനായിട്ട് പോവുകയാണ് കേട്ടോ. അതെന്താണെങ്കിലും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയുടെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. ഇന്ന് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് നിറഞ്ഞൊരു പ്രൊമോയാണ് കേട്ടോ. കുറച്ച് സങ്കടമൊക്കെ തോന്നുന്ന ടൈപ്പ് ഒരു പ്രൊമോ എന്ന് പറയേണ്ടി വരും. ഏറെ വൈകാരികമായ ഒരു സീന് നിറഞ്ഞൊരു പ്രൊമോയാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത് കേട്ടോ. അഞ്ജലിയും ആര്യയും അമ്മയും ഒക്കെ കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരു സമയമാണ് പ്രൊമോയിൽ നമ്മൾ കാണുന്നത്. ആ ഒരു സമയത്ത് എന്തോ കുറേ കാര്യങ്ങളെപ്പറ്റി പറയുന്ന ഒരു സമയത്ത് നമ്മുടെ അഞ്ജലിയുടെ അച്ഛൻ പറയുകയാണ്, എനിക്ക് 2 മക്കളുണ്ട്, അതിൽ അനുപമയെപ്പറ്റി വളരെ മോശമായിട്ട് അനുപമ ചതിയെത്തിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. എൻ്റെ കരുത്തും എൻ്റെ വിശ്വാസവും എൻ്റെ ധൈര്യവും എല്ലാം എൻ്റെ മോൾ അഡ്വക്കേറ്റ് അഞ്ജലിയാണ്. അവൾ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവളാണ്.
മറ്റവളെ എൻ്റെ മകളായിട്ട് പോലും ഞാൻ കണക്ക് കൂട്ടുന്നില്ല, അവളെന്നെ ഒരിക്കലും, എൻ്റെ അഞ്ജലി എന്നെ ഒരിക്കലും ചതിക്കില്ല. ഇങ്ങനെയൊക്കെ കിടന്നിട്ട് നമ്മുടെ അച്ഛൻ കിടന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ അഞ്ജലിയുടെ ചങ്ക് കിടന്ന വേദന കൊണ്ട് പെടയാണ് കേട്ടോ. കാരണം അച്ഛൻ ആ ഒരു സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ അഞ്ജലി മോൾ ഒരിക്കലും എന്നോട് കള്ളം പറയില്ല, എനിക്ക് അത്രയേറെ വിശ്വാസമാണ്, അവൾ എൻ്റെ ശക്തിയാണ്, എൻ്റെ വിശ്വാസമാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അഞ്ജലിയുടെ മനസ്സാണ് ആകെ നീറുകയാണ് കേട്ടോ. കാരണം നമ്മുടെ അർജുൻ അഞ്ജലി വിവാഹം കഴിഞ്ഞു, അച്ഛൻ്റെ അനുഗ്രഹം ഒന്നും ഇല്ലാതെ ഒരു കാര്യം അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ല. അതിനിടയിൽ അച്ഛൻ അന്ന് ലേറ്റായിട്ട് വന്നത് എന്താണെന്ന്, ഇന്നലെ വന്നത് ലേറ്റായിട്ട് എന്താണ് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് കള്ളത്തരങ്ങൾ അച്ഛനോട് അഞ്ജലിക്ക് പറയേണ്ടിയും വന്നിട്ടുണ്ട്. ഇതൊക്കെ ആലോചിച്ചിട്ട് പാവ അഞ്ജലിക്ക് ഒരുപാട് സങ്കടം തോന്നും കേട്ടോ. കാരണം എത്രത്തോളമാണ് അച്ഛൻ തന്നെ സ്നേഹിക്കുന്നത് എന്ന് അഞ്ജലി ഇങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷേ ഈ അച്ഛനോട് താൻ എത്ര വലിയ വഞ്ചനയാണ് കാട്ടിയിട്ടുള്ളത്. അതിനെപ്പറ്റി ആലോചിച്ച് നമ്മുടെ അഞ്ജലിയുടെ ചങ്ക് പൊട്ടിക്കരയും. അപ്പോൾ ചില സംശയങ്ങളൊക്കെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ തോന്നി തുടങ്ങും എന്നെനിക്ക് തോന്നുകയാണ്. കാരണം ഒരിക്കലും ഇത്ര ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന അഞ്ജലീനെ അവരൊരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. എത്ര വലിയ സിറ്റുവേഷൻ ആണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന അഞ്ജലീനെയാണ് നമ്മളെല്ലാവരും കാണാറുള്ളത്. തൻ്റെ മകൾക്ക് ഇത് എന്തു പറ്റി എന്ന് അഞ്ജലിയുടെ അച്ഛനും ആലോചിക്കും. ഒരു പക്ഷേ അവർ വീണ്ടും ചോദിക്കും. ഇതൊന്നും അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്കറിയാം, അമ്മമാരറിയാതെ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ഒരു പക്ഷേ അഞ്ജലിയുടെ അമ്മ അഞ്ജലിയുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന താലി കാണും. അപ്പോൾ ശരിക്കും അവർ ഞെട്ടിപ്പോകും. അഞ്ജലിയുടെ കഴുത്തിൽ എങ്ങനെ ഒരു താലി വന്നു? ഒരിക്കലും കല്യാണം കഴിയാതെ താലി വരില്ല എന്നുള്ള കാര്യം അറിയാലോ. അപ്പോൾ അതിനെപ്പറ്റി അഞ്ജലിയോട് ചോദിക്കും. ഒരു പക്ഷേ ആ ഒരു നിമിഷത്തിൽ തുറന്നു പറയാതിരിക്കാനായിട്ട് നമ്മുടെ അഞ്ജലിക്ക് പറ്റത്തില്ല. അങ്ങനെ അഞ്ജലി ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും, ഉണ്ടായ സംഭവങ്ങളും കാര്യങ്ങളും. കാരണം എത്ര നാൾ ഇവരോടിങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒരു കള്ളം മറയ്ക്കാൻ വേറൊരു കള്ളം, ഇങ്ങനെ പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. അങ്ങനെ അഞ്ജലി ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും അച്ഛനോടും അമ്മയോടും ആര്യയോടും കൂടിയിട്ട് തുറന്നു പറയും. പക്ഷേ ഇതെല്ലാം ഒളിഞ്ഞു നിന്നിട്ട് അമ്മായി കേൾക്കാനും ചാൻസും കാണുന്നുണ്ട്. എന്താണെങ്കിലും ഈ അഞ്ജലി അർജുൻ വിവാഹം കഴിഞ്ഞു എന്നറിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അഞ്ജലിയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ പറ്റുമോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയായിരിക്കും കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ.